എന്താണ് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ എന്തിനാ വരാൻ പറഞ്ഞ? രവിയുടെ ആ കേസിന്റെ കാര്യം പറയാനാ. FIR-ന്റെ കോപ്പി എടാ നീ ഏറ്റെടുക്കുമല്ലോ. ആ രവിയോടെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. എടാ എന്താ എത്ര ധൃതി? നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ പോരെ? അതല്ല മഞ്ജു, എനിക്ക് ഒരു കക്ഷിയെ കാണാനുണ്ട്. അയാൾ കാത്തു നിൽക്കുക. വൈകിയാൽ കേസ് കഴിഞ്ഞു പോതാ. എന്നാ ശരി. എന്നാ ശരി. എന്താ നിന്റെ മുഖത്തൊരു പാട്? അതൊന്ന് വീണതാ. നീ വെറുതെ നുണ പറയല്ലേ. ആ പാട് കണ്ടാൽ അറിയാം ആരും അടിച്ചാണെന്ന്. നീ നടന്നത് എന്താണെന്ന് വെച്ചാ പറ. നീയായിട്ട് പറയുന്നോ അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണോ? ആ സഞ്ജയ് ചെയ്തോണോ? ഏയ് അല്ല, അവൻ ഇപ്പൊ എന്നോട് പ്രശ്നത്തിന് വരുന്നേ ഇല്ല. പിന്നെ ആരാ ഇത് ചെയ്തത്? ഞാൻ പറയാം, പക്ഷെ നീ ഒരു പ്രശ്നത്തിന് പോരുത്. നീ ആളാരാണെന്ന് പറ, എന്നിട്ട് ആലോചിക്കാം. അത് ഒരു കക്ഷി അടിച്ചതാ. എന്തിന്? ഒരു വക്കീലിനെ അടിക്കാന്ന് പറഞ്ഞ ഇതൊന്നും വിട്ടുകൊടുക്കരുത് മൂന്ത. ഇതൊക്കെ പ്രാക്ടീസിന്റെ സ്വാഭാവികമാ. എന്ത് സ്വാഭാവികം? നീ ആളാരാണെന്ന് പറ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എടാ എന്റെ ഭാഗത്താ തെറ്റ്. കക്ഷിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാനൊരു തോൽവിയാണെന്ന് എല്ലാവരും പോലെ ആ കക്ഷിക്കും അറിയാം. എന്നേക്കാളും നല്ല ഒരാളെ ആ കക്ഷി നോക്കി വച്ചിരുന്നു. അതറിഞ്ഞിട്ടും ഒരു നാണമില്ലാതെ എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ആ കക്ഷിയുടെ പുറകെ നടന്നു. ശല്യം സഹിക്കാൻ വയ്യാതായപ്പോ കക്ഷി അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതൊന്ന് അടിച്ചു പോയതാ. അത്രേ ഉള്ളൂ. എനിക്ക് വക്കീലിനെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വക്കീലിനെ തല്ലേണ്ടി വന്നതിന് ഈ കൈ വെട്ടിമാറ്റാനുള്ള കുറ്റബോധം എനിക്കുണ്ട്. നിന്നെ താല്പര്യമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ, എന്തിനാ അടിക്കുന്നത്? എടാ അയാൾക്ക് ദേഷ്യത്തിലൊരു അബദ്ധം പറ്റിപ്പോയതാ. സാരമില്ല. നീ ഇതിന്റെ പുറകെ അന്വേഷിച്ചൊന്നും പോണ്ട. ഈ വിഷയം ഇവിടെ അവസാനിച്ചു. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും ഈ പാവത്തിനെ അടിക്കാൻ തോന്നിയ ദുഷ്ടൻ ആരാണോ എന്തോ. ആരാണെങ്കിലും അയാൾ ഗുണം പിടിക്കില്ല.